ഹായ് ഫ്രണ്ട്സ്, അപ്പോഴേ ഞാൻ ഇങ്ങനെയൊരു വീഡിയോസുമായിട്ട് വരണോ വേണ്ടോ എന്ന് ഒരുപാട് വട്ടം ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനെയൊരു വീഡിയോസ് ഇട്ടത്. പിന്നെയും ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഞാനിങ്ങനെ ഇടുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് എൻ്റെ യൂട്യൂബ് ചാനലുണ്ടാകുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും കുഴപ്പമില്ല, കാരണം ഞാനും ഒരു പെണ്ണല്ലേ. അപ്പം എനിക്ക് എൻ്റേതായിട്ടൊരു വ്യക്തിത്വമില്ല, എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളും കാഴ്ചപ്പാടുകളില്ല. അത് നിങ്ങളിലൊന്ന് അറിയിക്കണമെന്ന് വിചാരിച്ചേട്ടാ. എപ്പോഴും പരാതി മാത്രം പറയാൻ വീഡിയോസ് എടുത്താൽ മാത്രം പോരല്ലോ, നമ്മളൊന്ന് അഭിനന്ദിക്കാനും വീഡിയോസിനകത്തൂടെ പറ്റണം. ഞാനിപ്പോൾ അവരെയൊന്നും കാണുന്ന പോലില്ല, പക്ഷേ എന്നാലും ഞാൻ എന്താ പറയുക, ഞാനാണെങ്കിൽ ഇന്ന് ഗ്രീഷ്മ ഷാരോൺ വധക്കേസുണ്ടല്ലോ, നമ്മൾ കുറേ നാളുകൊണ്ടേ നമ്മൾ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരുപാട് താങ്ക്സ് പറയണം നമ്മുടെ കേരള പോലീസിനോട്. കാരണം അവർ അത്ര കാര്യമായിട്ടാണ് അത് കേസ് അന്വേഷിച്ച് അത് കറക്റ്റാക്കി എല്ലാം കണ്ടുപിടിച്ചൊരു പഴുതുപോലും അവർ ഇട കൊടുക്കാതെ കണ്ട് അവർ ഇത്രയൊക്കെ ചെയ്ത് കോടതിക്ക് മുമ്പായിട്ട് സമർപ്പിച്ച്, അത് തന്നെയുമല്ല ജഡ്ജി അതിന് വേണ്ടുന്ന രീതിയിലുള്ള അനുയോജ്യമായ ഉത്തരവ്, അതായത് ആ ഷാരോണിൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര അവർക്കൊരു സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു ഉത്തരവ് എന്ന് വെച്ചാൽ ഒരു പെണ്ണിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സമാധാനം, അങ്ങനെയല്ല, അത്രയും ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ആ പെണ്ണ് ചെയ്തതുകൊണ്ടാണ് പെൺവർഗത്തെ മുഴുവനും ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ആ കൊച്ചിൻ്റെ കയ്യിൽ നിന്നും വന്നത്. അപ്പം അത്രയും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടോ. ഇങ്ങനെ ഒരു നമ്മുടെ കോടതിയോട് നമുക്കിപ്പോൾ ഒരു ബഹുമാനമുണ്ട്, അതുപോലെ നമ്മുടെ കേരള പോലീസിനോട് ഒരു ബഹുമാനം നമുക്ക് തോന്നും. കാരണം ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുമ്പോഴുണ്ടല്ലോ നമുക്ക് ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. കാരണം ഈ 11 ദിവസം ഈ പിന്നെ മരണക്കിടക്കെ കിടന്നുകൊണ്ട് പോലും ആ കുഞ്ഞ് അവിടെ ഒരു പേര് പോലും പറഞ്ഞിട്ടില്ല. ആ കുഞ്ഞ് മരിച്ചപ്പോൾ പോലും അവിടെ ഒരു കാര്യങ്ങളും പറയാതെ കണ്ട് അതുവരെ മരണം സംഭവിക്കുന്നതിന് തൊട്ട് നിമിഷം വരെ ആ മരിച്ചപ്പോഴും അവളേന്നും പറഞ്ഞുകൊണ്ട് മരിച്ച ഒരു കൊച്ചായിരുന്നേ. അപ്പം അതിനോട് ഇത്ര വലിയൊരു ക്രൂരത ചെയ്ത ഒരു വ്യക്തിയെ കോടതി ഇങ്ങനെ ഒരു ശിക്ഷ കൊടുത്തതിനുണ്ടല്ലോ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കാരണം അവളത് അർഹിക്കുന്നതാണ്, പെണ്ണായാലും എന്തായാലും. പിന്നെ ഇന്നലെ ഞാൻ വിചാരിച്ചു ചിലപ്പം ചെറു പ്രായമായതുകൊണ്ട് എന്തെങ്കിലും ഇതിനകത്ത് പിന്നെ കുറച്ച് ശിക്ഷയ്ക്ക് ഇളവൊക്കെ കൊടുക്കുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഉണ്ടല്ലോ ഇന്ന് അതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഒത്തിരി പേരുടെ സംശയങ്ങളും എല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് കോടതിയുടെ വിധി ഇന്ന് വന്നത് കേട്ടോ. ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു അത് കേട്ടപ്പോൾ. എന്നെപ്പോലെ ഒരുപാട് പേർക്ക് സന്തോഷമുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോസ് ഇടുമ്പം ഒരുപാട് പേര് എന്നെ ചിലപ്പം എൻ്റെ ബാഡ് കമൻറ്റ് കൊണ്ട് എനിക്ക് അഭിഷേകമായിരിക്കും ചിലപ്പം ചെയ്യുന്നത്, ചിലവർ അനുകൂലിക്കുമായിരിക്കും. പിന്നെ ഇത് ഒരാളെങ്കിലും കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഇത് നമ്മൾ കോടതിയോടുള്ള ബഹുമാനം, അതുപോലെ തന്നെ ഈ കേസ് അന്വേഷിച്ച പോലീസുകാരോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഷാരോണിൻ്റെ കുടുംബത്തോടും പിന്നെ എന്താ പറയുക, വേദനയോടെ ആണെന്നുണ്ടെങ്കിലും അവരുടെ വേദനയിൽ ഞാനും നമ്മളും പങ്കുകൊള്ളുന്നു. കാരണം ഞങ്ങൾക്കും തൃപ്തിയായി, നിങ്ങളെപ്പോലെ തന്നെ ഷാരോണിൻ്റെ വീട്ടുകാരെ പോലെ ഞങ്ങൾക്കും എനിക്ക് തൃപ്തിയായി. ഇങ്ങനെയൊരു ജഡ്ജിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒന്ന് വന്നപ്പം, ഇങ്ങനെ ക്രൂരകൃത്യം ചെയ്തതുകൊണ്ട്, ഇങ്ങനെ ക്രൂരകൃത്യം ചെയ്ത ഒരു വ്യക്തിയെ ഇങ്ങനൊരു ശിക്ഷ കൊടുത്തപ്പം അത് ഇനി മേലാൽ ആരും ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ സ്നേഹം നടിച്ച് വഞ്ചിച്ച് അങ്ങനെ സ്നേഹം എന്ന് പറഞ്ഞാൽ പവിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ കൊല്ലരുത്. അത് ഇപ്പം 2ാമത്തെ വ്യക്തിയാണ് കയറ് കിട്ടിയേക്കുന്ന കേരളത്തിലെ 2ാമത്തെ വ്യക്തിയാണ് ഇവള്. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയൊക്കെയാണ്, ശരിയെ സംബന്ധിച്ച്. പക്ഷേ ഇനിയുള്ളവരും ഇങ്ങനെ ചെയ്യരുത്, ആണായാലും പെണ്ണായാലും ഇതൊരു പാഠമായിരിക്കണം, ഇനി ആരും ഇങ്ങനെ ചെയ്യരുത്. അതുകൊണ്ട് എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ കോടതിയോടും ജഡ്ജിനോടും, അതുപോലെ തന്നെ നമ്മുടെ ഇത് അന്വേഷിച്ച പോലീസുകാരോടും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. സത്യത്തിൽ ഇങ്ങനെ ഒരു വിധി തന്നെയായിരുന്നു ഉദ്ദേശിച്ചത് എല്ലാവരും. ഒരു 100% ഒരു 90 പേരും ഇങ്ങനൊരു ഇതാണ് ഉദ്ദേശിച്ചത്. പിന്നെ 10 പേര് ഒരു പെണ്ണല്ലേ അങ്ങനെ. പക്ഷേ അങ്ങനെയൊന്നും നോക്കണ്ട. കാരണം ഇത്രയും ക്രൂരകൃത്യം ചെയ്ത് ഇത്രയും പ്ലാൻഡായിട്ട് ചെയ്ത് ഒരു സ്നേഹിച്ച് വഞ്ചിച്ച് ഇത്രയും കട്ടിക്ക് ആ വിഷമൊക്കെ കൊടുക്കുമ്പോൾ ആ മുഖം അത്രയും ചിരിച്ച് മയക്കിയൊക്കെ എടുത്തിട്ടത് കൊടുത്തപ്പം മനുഷ്യ സ്ത്രീ എന്നുള്ളൊരു പരിഗണന കൊടുക്കരുത്. ഞാൻ അത്രേ പറയുന്നുള്ളൂ, അത് കൊടുക്കരുത്. പക്ഷെ അത് കൊടുക്കാതെ തന്നെ ഇത്രയും നല്ലൊരു തീരുമാനം എടുത്ത കോടതിയോട് ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു കേട്ടോ.